എല്ലാവർക്കും നമസ്കാരം. റീസ്റ്റാർട്ട് PSCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ബയോളജിയിലെ ഗ്രന്ഥികളും ഹോർമോണുകളും എന്ന ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ചധികം ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. നമുക്ക് തുടങ്ങാം. ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം പാൻക്രിയാസ് ആണ്. ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം പാൻക്രിയാസ്. ദെൻ ക്രമാനുഗതമായി ശരീരത്തിൽ നടക്കുന്ന ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസവസ്തുക്കളെ പറയുന്ന പേര് ഹോർമോണുകൾ. ക്രമാനുഗതമായി ശരീരത്തിൽ നടക്കുന്ന ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസവസ്തുക്കളുടെ പേര് ഹോർമോണുകൾ. അന്തഃസ്രാവി ഗ്രന്ഥിയായും ബഹിർസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പാൻക്രിയാസ് അഥവാ ആഗ്നേയ ഗ്രന്ഥി. സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പാൻക്രിയാസ്. എൻസൈമും ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ് ഗ്രന്ഥി. എൻസൈമും ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ് ഗ്രന്ഥി. ഇൻസുലിൻ വേർതിരിച്ചെടുക്കുന്ന ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ബാൻഡിങ്ങും ബെസ്റ്റുമാണ്. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക്. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക്. ആഗ്നേയ ഗ്രന്ഥിയിൽ കൂട്ടമായി കാണുന്ന അന്തഃസ്രാവി കോശങ്ങൾ അറിയപ്പെടുന്നത് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ആഗ്നേയ ഗ്രന്ഥിയിൽ കൂട്ടമായി കാണുന്ന അന്തഃസ്രാവി കോശങ്ങൾ അറിയപ്പെടുന്നത് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത്? ഗ്ലൂക്കഗോൺ. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഗ്ലൂക്കഗോൺ. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഇൻസുലിൻ. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഇൻസുലിൻ. ഗ്ലൂക്കോസിനെ കരളിൽ വെച്ച് ഗ്ലൈക്കോജനാക്കി മാറ്റാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഇൻസുലിൻ. ഗ്ലൂക്കോസിനെ കരളിൽ വെച്ച് ഗ്ലൈക്കോജനാക്കി മാറ്റാൻ സഹായിക്കുന്ന ഹോർമോൺ ഇൻസുലിൻ. ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത്? ഗ്ലൂക്കഗോൺ. ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റാൻ സഹായിക്കുന്ന ഹോർമോൺ ഗ്ലൂക്കഗോൺ. പിത്തരസം സംഭരിക്കപ്പെടുന്നത് എവിടെയാണ്? ഗാൾ ബ്ലാഡറിലാണ് പിത്തരസം സംഭരിക്കപ്പെടുന്നത് അഥവാ ബൈൽ സംഭരിക്കപ്പെടുന്നത്. ദെൻ അന്തഃസ്രാവി ഗ്രന്ഥികളെയും ഹോർമോണുകളെയും അവയുമായി ബന്ധപ്പെട്ട രോഗങ്ങളെയും കുറിച്ചുള്ള പഠനശാഖ എൻഡോക്രൈനോളജി. എൻഡോക്രൈനോളജിയുടെ പിതാവ് ടി അഡിസൺ ആണ്. ടി അഡിസൺ. ഹോർമോൺ എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത് ആരാണ്? EH സ്റ്റാർലിംഗ്. ഹോർമോൺ എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത് EH സ്റ്റാർലിംഗ്. മനുഷ്യരിലെ രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് ഹോർമോണാണ്. മനുഷ്യരിലെ രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് ഹോർമോൺ. ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ഹോർമോൺ സെക്രീറ്റിൻ. ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ഹോർമോൺ സെക്രീറ്റിൻ. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ അഡ്രിനാലിൻ. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ അഡ്രിനാലിൻ. അതിവൃക്കാഗ്രന്ഥിയുടെ ഭാഗമായ മെഡുലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ അഡ്രിനാലിൻ. അതിവൃക്കാഗ്രന്ഥിയുടെ ഭാഗമായ മെഡുലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ അഡ്രിനാലിൻ. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ. വൃക്കയുടെ മുകളിലായി തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്രന്ഥി അതിവൃക്കാഗ്രന്ഥി. അടിയന്തര ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് അതിവൃക്കാഗ്രന്ഥി. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഗ്രന്ഥി അതിവൃക്കാഗ്രന്ഥി. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഗ്രന്ഥി അതിവൃക്കാഗ്രന്ഥി. 3F ഗ്രന്ഥി എന്നും 4S ഗ്രന്ഥി എന്നും അറിയപ്പെടുന്ന ഗ്രന്ഥി അതിവൃക്കാഗ്രന്ഥി. 3F ഗ്രന്ഥി എന്നും 4S ഗ്രന്ഥി എന്നും അറിയപ്പെടുന്നത് അതിവൃക്കാഗ്രന്ഥി. അതിവൃക്കാഗ്രന്ഥിയുടെ രണ്ട് ഭാഗങ്ങൾ കോർട്ടെക്സ് ആൻഡ് മെഡുല. അതിവൃക്കാഗ്രന്ഥിയുടെ രണ്ട് ഭാഗങ്ങൾ കോർട്ടെക്സ് ആൻഡ് മെഡുല. ദെൻ അഡ്രീനൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കൂട്ടം ഹോർമോണുകളെ പൊതുവായി പറയുന്ന പേര് കോർട്ടിക്കോയിഡുകൾ അല്ലെങ്കിൽ കോർട്ടിക്കോസ്റ്റിറോയിഡുകൾ എന്നാണ്. കോർട്ടിക്കോയിഡുകൾ അല്ലെങ്കിൽ കോർട്ടിക്കോസ്റ്റിറോയിഡുകൾ എന്നാണ് അഡ്രീനൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കൂട്ടം ഹോർമോണുകളെ പൊതുവായി പറയുന്നത്. പ്രധാനപ്പെട്ട രണ്ട് തരം കോർട്ടിക്കോയിഡുകൾ ഏവ? ഗ്ലൂക്കോ കോർട്ടിക്കോയിഡുകളും അഡ്രീനൽ കോർട്ടിക്കോയിഡുകളുമാണ്. പ്രധാനപ്പെട്ട രണ്ട് തരം കോർട്ടിക്കോയിഡുകൾ ഗ്ലൂക്കോ കോർട്ടിക്കോയിഡുകളും അഡ്രീനൽ കോർട്ടിക്കോയിഡുകളും. ഗ്ലൂക്കോ കോർട്ടിക്കോയിഡുകൾക്ക് ഉദാഹരണം ഏവ? കോർട്ടിസോണും കോർട്ടിസോളുമാണ്. ഗ്ലൂക്കോ കോർട്ടിക്കോയിഡുകളുടെ ഉദാഹരണം ഏവ? കോർട്ടിസോണും കോർട്ടിസോളും. കോർട്ടിസോളിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം അഡിസൺ രോഗമാണ്. കോർട്ടിസോളിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം അഡിസൺസ് രോഗം. കോർട്ടിസോളിൻ്റെ അധികോൽപാദനം മൂലമുണ്ടാകുന്ന രോഗം കുഷിങ്സ് സിൻഡ്രോം. ശരീരത്തിൽ നിന്നുള്ള സോഡിയം നഷ്ടം നിയന്ത്രിക്കുന്ന ഹോർമോൺ. ശരീരത്തിൽ നിന്നുള്ള സോഡിയം നഷ്ടം നിയന്ത്രിക്കുന്ന ഹോർമോൺ ആൽഡോസ്റ്റിറോൺ.
ഭയം ഉണ്ടാകുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ അഡ്രിനാലിൻ. ഭയം ഉണ്ടാകുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ അഡ്രിനാലിൻ. അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതെല്ലാം? അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. സ്ത്രീകളിൽ പുരുഷ സ്വഭാവം പ്രകടമാക്കുന്ന അവസ്ഥ വിറുലിസം. സ്ത്രീകളിൽ പുരുഷ സ്വഭാവം പ്രകടമാകുന്ന അവസ്ഥയാണ് വിറുലിസം. പുരുഷന്മാരിൽ സ്ത്രൈണത പ്രകടമാകുന്ന അവസ്ഥ ഗൈനക്കോമാസ്റ്റിയ. ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഗൊണാഡ് ഗ്രന്ഥി. പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ലൈംഗിക ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഗൊണാഡ് ഗ്രന്ഥി. സ്ത്രീകളിലെ ലൈംഗിക ഹോർമോണുകൾ ഈസ്ട്രജൻ, പ്രൊജസ്റ്റിറോൺ എന്നിവയാണ്. സ്ത്രീകളിൽ ഹൃദ്രോഗം കുറയാൻ കാരണമായ ഹോർമോൺ ഈസ്ട്രജനാണ്. ഗർഭരക്ഷാ ഹോർമോണുകൾ എന്നറിയപ്പെടുന്നത് പ്രൊജസ്റ്റിറോൺ. ഗർഭപാത്രത്തെ സങ്കോചിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ. ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ. മനുഷ്യ ശരീരത്തിലെ വളർച്ചാഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥി അഥവാ പീയൂഷഗ്രന്ഥി. ശൈശവദശയിൽ വളർച്ചാ ഹോർമോണായ സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം വാമനത്വം അഥവാ ഡ്വാർഫിസം. ശൈശവദശയിൽ വളർച്ചാ ഹോർമോണിൻ്റെ അമിതോൽപാദനം കൊണ്ടുണ്ടാകുന്ന രോഗം ഭീമാകാരത്വം അഥവാ ജൈജാൻറ്റിസം. ശൈശവദശയിൽ വളർച്ചാ ഹോർമോണിൻ്റെ അമിതോൽപാദനം കൊണ്ടുണ്ടാകുന്ന രോഗം ഭീമാകാരത്വം അഥവാ ജൈജാൻറ്റിസം. വളർച്ചാഘട്ടം കഴിഞ്ഞും സൊമാറ്റോട്രോപ്പിൻ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് അക്രോമെഗലി. വളർച്ചാഘട്ടം കഴിഞ്ഞും സൊമാറ്റോട്രോപ്പിൻ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗം അക്രോമെഗലി. മസ്തിഷ്കത്തിൻ്റെ അടിഭാഗത്ത് പയറുവിത്തിൻ്റെ ആകൃതിയിൽ 2 ദളങ്ങളോട് കൂടിയ ഗ്രന്ഥി ഏത്? പീയൂഷഗ്രന്ഥി. മസ്തിഷ്കത്തിൻ്റെ അടിഭാഗത്തായി പയറുവിത്തിൻ്റെ ആകൃതിയിൽ 2 ദളങ്ങളോട് കൂടി സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് പീയൂഷഗ്രന്ഥി. മനുഷ്യ ശരീരത്തിൽ മാസ്റ്റർ ഗ്രന്ഥി അഥവാ നായകഗ്രന്ഥി പീയൂഷഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ മാസ്റ്റർ ഗ്രന്ഥി അഥവാ നായകഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പീയൂഷഗ്രന്ഥി. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന വാസോപ്രസിൻ, ഓക്സിറ്റോസിൻ എന്നീ ഹോർമോണുകൾ ശേഖരിച്ചു വയ്ക്കുന്ന ഗ്രന്ഥി പീയൂഷഗ്രന്ഥി. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന വാസോപ്രസിൻ, ഓക്സിറ്റോസിൻ എന്നീ ഹോർമോണുകളെ ശേഖരിച്ചു വയ്ക്കുന്ന ഗ്രന്ഥി പീയൂഷഗ്രന്ഥി. അപ്പോൾ നമ്മൾ 50ഓളം ചോദ്യങ്ങളാണ് ഗ്രന്ഥികളും ഹോർമോണുകളും എന്ന ഭാഗത്ത് നിന്ന് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.